നേരെ തിരിഞ്ഞു നിന്നു. അവന്റെ മുഖത്ത് തികഞ്ഞ ഗൗരവമായിരുന്നു. ദേവേട്ട, അവൾ പതിയെ വിളിച്ചു. ശബ്ദം തന്നെ പുറത്തേക്ക് വന്നുവോ? നിനക്ക് എന്താ വേണ്ടത് ആദ്യേ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നോട് പ്രണയവുമില്ല. എന്തുകൊണ്ടാണ് ദേവേട്ടന് എന്നോട് ഇത്രയും ദേഷ്യം? കണ്ട നാൾ മുതൽ ഇങ്ങനെയാണല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അത്രയും ഇഷ്ടമായതുകൊണ്ടാ നിങ്ങളുടെ പുറകെ ഇങ്ങനെ. ബാക്കി പറയാതെ അവൾ കരഞ്ഞു പോയിരുന്നു. ആ നിമിഷം ഇത്രയൊക്കെ ആയിട്ടും അവൻ തന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അതോർക്കവേ അവൾക്ക് തന്റെ വേദന നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തേങ്ങി കരഞ്ഞു പോയിരുന്നു ആ പെണ്ണ്. ആദ്യ, അവളുടെ കണ്ണുനീർ കാണവേ അവന്റെ ഹൃദയത്തിൽ എന്തോ ഭാരം അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നിപ്പോയി. എങ്കിലും ഉള്ളിലെ വേദന പുറമേ കാണിക്കാതെ അവൻ അവൾക്ക് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു, ആരെ കാണിക്കാനാണ് നിന്റെ ഈ കണ്ണുനീർ? ഇതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ണുനീരിൽ എന്റെ മനസ്സലിയിലാക്കിയേ. അങ്ങനെ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. അഗ്നി നിന്റെ ഈ കണ്ണുനീര് വീഴില്ല. അതിന് എന്നെ കിട്ടില്ല. നീ തന്നെ അല്ലേടി എന്നെ വിളിച്ചേ? എന്നെ തേടി വന്ന പേര് വെളിപ്പെടുത്താത്ത പെണ്ണ് പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കവേ അവന്റെ തീക്ഷ്ണമായ നോട്ടത്തോടൊപ്പം ഉയർന്ന ചോദ്യം കേട്ട നിമിഷം അവളുടെ ചിന്തകൾ പോലും നിശ്ചലമായി. അവളുടെ നിൽപ്പ് കണ്ടപ്പോഴേ അവന് കാര്യങ്ങൾ മനസ്സിലായി. എങ്കിലും അവളിൽ നിന്നറിയണമല്ലോ. കണ്ണുകൾ ഇറുക്കി അടച്ച് നിന്നുപോയി അവൾ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കവളിലൂടെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അവനത് കണ്ടില്ലെന്ന് നടിച്ചു. പറയടി, നീ തന്നെയല്ലേ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന പ്രൈവറ്റ് നമ്പറിന്റെ ഉടമ? അവന്റെ വാക്കുകളിൽ ആ നിമിഷം ഗൗരവമേറിയതായിരുന്നു, ഒപ്പം ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പേടി കൊണ്ട് അവൾ ആണെന്ന രീതിയിൽ തലയാട്ടി. ഡി, അടുത്ത നിമിഷം അവന്റെ നിയന്ത്രണം തെറ്റുന്നതായിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയെങ്കിലും കണ്ണുകൾ ഇറുക്കി അടച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഞരമ്പുകൾ ഒരു നിമിഷം ഉയർന്നുപോയി അവന്റെ ദേഷ്യത്തിൽ. കുറച്ചു നേരമായിട്ടും ഒന്നും സംഭവിക്കാതെ വന്നതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. ആദ്യ, നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ സത്യം ഇതാണ്, എന്റെ മനസ്സിൽ നിനക്കായി ഒരു ഇഷ്ടവുമില്ല, ഒരു സ്ഥാനവുമില്ല. അത് നീ മനസ്സിലാക്ക്. ജയ് ഓർത്ത് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഇനി പ്രേമമാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നാൽ എന്റെ സ്വഭാവം മാറും. നീ ഇന്ന് കണ്ടതാണല്ലോ, അതാണ് അഗ്നി. അതാണ് അഗ്നിയുടെ സ്വഭാവം. ഇതുവരെ ഞാൻ പരിധി വിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരുതി അത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതരുത്. അല്ലെങ്കിൽ തന്നെ എന്റെ പിന്നാലെ വരാൻ മാത്രം നിനക്ക് എന്താണുള്ളതെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജയുടെ പെങ്ങൾ എന്ന ലേബൽ മാത്രം നിനക്കുള്ളൂ, അല്ലാതെ ഒന്നും തന്നെ ഇല്ല. അവനിൽ പുച്ഛം നിറഞ്ഞു. അവൾക്ക് വല്ലാത്ത വേദന തോന്നിപ്പോയി. തന്റെ ഏട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്ന അഗ്നിയുടെ രീതി അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അറിയാം തന്റെ പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ദേഷ്യമാണ് ഇതൊക്കെയെന്ന്. എങ്കിലും മനസ്സിന് എന്തോ വല്ലാത്ത വേദന തോന്നുന്നു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. നാട്ടുകാരെ കാണിക്കാനായി ഓരോ വേഷം കിട്ടിയാൽ മാത്രം പോരാ, നിനക്ക് നിന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിയണം. അവന്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു നിന്നു. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലേ? നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ? പിന്നെ എന്റെ വേഷം അതൊരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ദേവേട്ട, നിങ്ങൾക്ക് സത്യത്തിൽ എന്താ പ്രശ്നം? ഞാൻ ഈ വേഷം ധരിച്ചതാണോ? അതോ നിങ്ങളോടുള്ള എന്റെ പ്രണയം തുറന്നു പറഞ്ഞതാണോ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഇഷ്ടമല്ലാത്ത ഒരാളുടെ വേഷം വിലയിരുത്തേണ്ട ആവശ്യം അഗ്നിദേവനുണ്ടോ? നീ ഏത് വേഷം ധരിച്ചാലും എനിക്ക് എന്താടി? പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യത്തോടെ നോക്കി അവൻ. ആ നോട്ടത്തിൽ അവൾക്ക് മറുപടി പറയാൻ പോലും കഴിയാതെ നിന്നുപോയി. അവന്റെ കാപ്പിക്കണ്ണിലെ തീഷ്ണത അവളെ നിശബ്ദയാക്കി. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം, പക്ഷെ ഇപ്പൊ കുറച്ചു മുമ്പേ നടന്നില്ലേ? അതുപോലെ ഒരിക്കൽ കൂടി നടന്നാൽ നിന്നെ രക്ഷിക്കാൻ എപ്പോഴും ഞാനോ അല്ലെങ്കിൽ ജയ്യോ ഡെവിയോ മറ്റാരും ഉണ്ടാകണമെന്നില്ല. നഷ്ടപ്പെടാൻ നിനക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്കാർക്കും ഒന്നുമില്ല. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾക്കൊരു പ്രശ്നമില്ല ദേവേട്ട? അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിക്കവേ ആ നോട്ടത്തിൽ ഒരു നിമിഷം അവനൊന്ന് പതറിപ്പോയി. അവളിൽ നിന്നുള്ള നോട്ടം തന്നെ മാറ്റിക്കളഞ്ഞു. അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. അഗ്നി എന്ന് വിളിച്ചാ മതി നീ എന്നെ. ദേവേട്ടെന്ന് വിളിക്കരുത് ആദ്യ. എനിക്ക് അത് നീ വിളിക്കുന്നത് ഇഷ്ടമല്ല. അഗ്നിയേട്ടെന്ന് വിളിച്ചാ മതി നീ എന്നെ. നിന്നേക്കാൾ എന്തായാലും പ്രായം കൊണ്ട് മൂത്തതല്ലേ, പേര് വിളിക്കണ്ട. നീ എന്നെ ദേവേട്ടെന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. അത് ഒഴിവാക്കണം. നിനക്ക് ദേവേട്ടെന്ന് വിളിക്കാൻ അവകാശമുള്ള സമയമുണ്ടായിരുന്നു. അന്ന് നീ അത് മിസ്യൂസ് ചെയ്തു. സോറി അഗ്നേട്ട, എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത്. ഞാൻ എന്ത് മിസ്യൂസ് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ശരിയാ, നിങ്ങളെ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചത് ഞാൻ തന്നെയാണ്. അതിനെന്താ അഗ്നിയേട്ട? അതത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
എന്റേതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചത് എന്ന് കരുതി എന്നെ ന്യായീകരിക്കാൻ നോക്കുവല്ല. ഞാൻ ഇഷ്ടം കൊണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകില്ല ഒരിക്കലും. ശരിയാ, നിങ്ങൾ പണ്ട് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമല്ലെന്ന്. അറിയാം. എങ്കിലും ആദ്യമായി തോന്നിയ ഇഷ്ടം അത് എനിക്കത്ര വേഗം മറക്കാൻ പറ്റുന്നില്ല അഗ്നിയേട്ടാ. ഞാനെന്ത് ചെയ്യാനാ? ഇതിൽ കൂടുതൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നെനിക്കറിയില്ല അഗ്നിയേട്ട. അവളുടെ വാക്കുകളിൽ നിർവികാരതയായിരുന്നു. നിങ്ങളല്ലേ അന്ന് എന്നെ രക്ഷിച്ചത്. ഇപ്പോൾ 2ാം തവണയാണ് നിങ്ങൾ എന്നെ രക്ഷിക്കുന്നത്. കണ്ണുനീരിന്റെ ഇടയിലും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയവേ അവനൊന്ന് നിശബ്ദമായി. ഏട്ടനെ കാണാനായി വീട്ടിൽ വന്നപ്പോഴേ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചതാ. അന്നേ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതുമല്ലേ. പക്ഷെ നിങ്ങൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ലേ? ഓരോ തവണയും ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴും എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട് അഗ്നിയേട്ടാ. പക്ഷെ നിങ്ങളുടെ ഈ കാപ്പിക്കണ്ണുകൾ പറയുന്നത് എന്നെ ഇഷ്ടമാണെന്നാണ്. എന്തിനാ നിങ്ങൾ ഈ കണ്ണുകളെ സ്പെക്സിലാൽ മറച്ചു വെച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ കണ്ണിലെ പ്രണയം ഞാൻ അറിയാതിരിക്കാനല്ലേ? അവളിൽ നിന്ന് അകന്നു മാറി അവൾക്ക് പുറംതിരിഞ്ഞു നിന്നു. പക്ഷെ നിങ്ങൾ എന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ ഓരോ തവണയും ഈ കാപ്പിക്കണ്ണുകൾ പറയുന്നത് എന്താണെന്നോ? എന്നെ ഇഷ്ടമാണെന്നാണ് അഗ്നിയേട്ട. എന്തിനാ നിങ്ങൾ സ്പെക്സിലാൽ മറച്ചു വെച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ കണ്ണിലെ പ്രണയം ഞാൻ അറിയാതിരിക്കാനല്ലേ? നിനക്കങ്ങനെ പലതും തോന്നും ആദ്യേ. ഞാൻ പറയുന്നതാണ് സത്യം. എനിക്ക് നിന്നോട് വെറുപ്പാ. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ ആഞ്ജനയുടെ സഹോദരി ആയതുകൊണ്ടാണോ അഗ്നിയേട്ട? ദേ വരുന്നു പെണ്ണിന്റെ അടുത്ത ചോദ്യം. എൻ്റെ സഹോദരൻ നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ ഒരു അകൽച്ച? ഞാൻ എൻ്റെ ഏട്ടന്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഏട്ടന്റെ ലേബൽ വേണ്ട. സ്വന്തം പ്രണയം മറച്ചു വെക്കാൻ എന്തിനെങ്ങനെ കള്ളം പറയുന്നത്? എന്തിനെങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ ഏട്ടനെ കാത്തിരിക്കുകയാണ്. നമ്മളുടെ ബന്ധത്തിനോട് ഏട്ടന് താല്പര്യം തന്നെയാണ് അഗ്നിയേട്ട. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ആദ്യ ഈ ലോകത്ത് ഒരാൾക്ക് മുന്നിൽ യാചിച്ചിട്ടില്ല. നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും യാചിക്കുന്നത് നിങ്ങളോടുള്ള ഭ്രാന്തമായ പ്രണയം കൊണ്ടാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പറഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ വീഴാൻ പോയതും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അടുത്ത നിമിഷം അവന്റെ കൈ അവളുടെ കവളിൽ സ്പർശിച്ചു. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. അവൻ കൈ കുടഞ്ഞ് അവളെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു ആ നിമിഷം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവന് മനസ്സിലായേ. അവൻ ആ നിമിഷം വല്ലാത്ത കുറ്റബോധം തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവളെ ദേഷ്യത്തോടെ നോക്കി. ആ നിമിഷം കണ്ണു നിറച്ച് അവനെ നോക്കി പെണ്ണ്. എന്നെ ദിയാന്ന് ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാമോ അഗ്നിയേട്ട? അങ്ങനെ എൻ്റെ അഗ്നിയേട്ടനല്ലേ വിളിക്കാറുള്ളൂ. അവസാനം അവളുടെ വാക്കുകളിൽ ഒരു ദയനീയ അവസ്ഥയായിരുന്നു. അവൻ പറഞ്ഞതൊന്നും ആ പെണ്ണിന്റെ കാതിൽ പതിഞ്ഞില്ല. അവൻ നൽകിയ വേദന അവൾ കാര്യമാക്കിയില്ല. അവൻ എന്ന ഭ്രാന്ത് മാത്രമായിരുന്നു അവളിൽ ആ നിമിഷം നിറഞ്ഞു നിന്നത്. ഒരുവൾക്ക് ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ? സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ കഴിയുമോ? അതിനവൻ മറുപടി പറഞ്ഞില്ല. ജയുടെ വീട്ടിൽ പോകുമ്പോഴെല്ലാം ഈ കാന്താരിയെ കണ്ടിട്ടുള്ളതാ. താൻ മാത്രമാണ് അവളെ ദിയ എന്ന് വിളിക്കുന്നത്. തൻ്റെ മാത്രം ദിയ. എനിക്ക് പറഞ്ഞാൽ തന്നെ നിന്നോട് പറയാനുള്ളൂ. ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ല, ഇനി പ്രണയിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നെ രക്ഷിച്ചത് അവന് വേണ്ടി മാത്രമാണ്, അല്ലാതെ നിന്നോടുള്ള പ്രണയം കൊണ്ടല്ല. പിന്നെ ഏതൊരു പെണ്ണിനും ഇങ്ങനൊരു അവസ്ഥ വന്നാലും അഗ്നി അവളെ രക്ഷിച്ചിരിക്കും. അതേ ഞാനും ചെയ്തുള്ളൂ. എന്നെ വിളിച്ച് ശല്യം ചെയ്തതുപോലെ ഇനി ചെയ്യാൻ ശ്രമിക്കരുത്. അഗ്നി എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഞാൻ സ്നേഹിച്ച ശ്രീഭദ്രയാണ്. അവളെ മാത്രമേ ഞാൻ എൻ്റെ ഭാര്യസ്ഥാനത്ത് കണ്ടിട്ടുള്ളൂ. അവളാണ് അഗ്നിയുടെ പ്രണയം. അവളാണ് എൻ്റെ ആദ്യവും അവസാനമായ പ്രണയം. അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയായിരുന്നു അവൻ അത് പറഞ്ഞത്. ആ പെണ്ണിന്റെ ഹൃദയം നുറുങ്ങുന്ന വേദന നൽകുന്ന വാക്കുകളായിരുന്നു അവനിൽ നിന്ന് അവൾക്ക് കേൾക്കേണ്ടി വന്നത്. നോ, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയുക. അല്ലെങ്കിൽ തന്നെ ഭദ്രേട്ടത്തി എൻ്റെ ഏട്ടന്റെ ഭാര്യയാണ്. അവരെ ഇനി മോഹിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. ഏട്ടത്തെ സ്വപ്നം കാണുകയാണ് അഗ്നിദേവ് ചെയ്യുന്നെങ്കിൽ അത് വെറുതെയാ, കിട്ടില്ല. അതൊരിക്കലും നടക്കാത്ത നിങ്ങളുടെ പാഴ് സ്വപ്നമായിരിക്കും. അവൻ നൽകിയ വേദനയിലും അവൾ വീറോടെ ദേഷ്യത്തോടെ പറഞ്ഞു. നിർത്തടി, നീ എന്നെ പറ്റി എന്താ കരുതിയേ? ജയുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ നോക്കുന്നവനായിട്ടാണോടി? അവന്റെ കൈ പിന്നെ ഉയർന്നു താഴ്ന്നു. അവൾ ഒന്ന് വേച്ചു വീഴാൻ പോയെങ്കിലും അവൻ അവളെ നേരെ നിർത്തി. അങ്ങനെയുള്ള ആഗ്രഹം അഗ്നിക്കില്ലടി. അവളെ ഇഷ്ടമായിരുന്നു, അവളോട് പ്രണയമായിരുന്നു. അവൻ വിവാഹം കഴിച്ചിട്ട് സ്വന്തമാക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവളുടെ പ്രണയം ജയ് ആണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അകന്നു മാറിയതാ. പ്രണയം വിട്ടുകൊടുക്കുന്നത് കൂടിയാണ്. അഗ്നി സ്വന്തം വില കളഞ്ഞ് ഒരിടത്ത് നിൽക്കില്ല, നിന്നിട്ടുമില്ല. അവളെ നിന്നെ കമ്പയർ പോലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭദ്ര, അവളുടെ വേഷം, അവളുടെ സ്വഭാവം, അവളിലെ സാമ്യത എല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ? നിന്നോട് എനിക്ക് വെറുപ്പും പുച്ഛവും മാത്രമാണുള്ളത്.
ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇഷ്ടമല്ലെന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഒന്നുമല്ലെങ്കിൽ ജയുടെ പെങ്ങളല്ലേടി നീ. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. പുച്ഛമായിരുന്നു അവന്റെ വാക്കുകളിൽ. ഇല്ല അഗ്നേട്ട, ഞാൻ ഇനി നിങ്ങളുടെ പിറകെ വരില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും ഞാൻ നിങ്ങളെ തേടി വരില്ല. മതിയായി. ഇങ്ങനെ ഹൃദയമില്ലാത്തവനെയാണല്ലോ ഞാൻ സ്നേഹിക്കുന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. മതിയായി, വയ്യനി. കണ്ണുനീരിന്റെ വാശിയാൽ തുടച്ചവൾ കവളിൽ അറിയുന്ന അവൻ നൽകിയ വേദന. അവൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. ആ നിമിഷം അവൻ തന്റെ സ്പെക്സ് കണ്ണിൽ നിന്ന് മാറ്റിയിരുന്നു. ആ നിമിഷം ആ കാപ്പി കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണിൽ നിന്ന് നിറഞ്ഞു വന്ന കണ്ണുനീർ താഴേക്ക് പതിച്ചിരുന്നു. ആ നിമിഷം അത് മറയ്ക്കാൻ ഒരു മറ എന്ന പോലെ പിന്നെ സ്പെക്സ് വെച്ചിരുന്നു. അവളെ തിരിഞ്ഞു നോക്കാതെ അവൻ മുന്നോട്ട് നടന്നു. അവൾ അവനെ മുഖമുയർത്തി നോക്കിയില്ല. നിലത്തൂർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആ നിമിഷം അവളുടെ വേദന അവൻ അറിഞ്ഞിരുന്നുവെങ്കിലും അത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. ദിയ, നിന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയമല്ല എനിക്ക് കാണേണ്ടത്, വെറുപ്പ് മാത്രമായിരിക്കണം. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല പെണ്ണെ, എന്നോട് ക്ഷമിക്കുന്നേ. നിന്റെ കണ്ണുനീര് കാണാനും എനിക്ക് കഴിയില്ല. നീ എന്നോട് യാചിക്കാൻ പാടില്ലായിരുന്നു പെണ്ണെ. ശരിക്കും ഞാൻ നിന്നോടല്ലേ യാചിക്കേണ്ടത്. നീ എന്നെ വെറുക്കണം. നിന്റെ മനസ്സിൽ എന്നോട് പ്രണയമല്ല വരേണ്ടത്, വെറുപ്പ് മാത്രമായിരിക്കണം. മനസ്സിൽ അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു നീങ്ങി. ജയും ഭദ്രയും വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിരിക്കുന്നു. അവരുടെ പ്രണയത്തിന്റെ 2ാം ദിനം. തൊട്ടു മുമ്പ് കഴിഞ്ഞ നിമിഷത്തിലെ ക്ഷീണം കൊണ്ട് അവന്റെ നെഞ്ചിലാ ചേർന്ന് കിടക്കുകയാണ് പെണ്ണ്. ഭദ്രക്കുട്ട, എനിക്കില്ലേ ഒരാഗ്രഹം കൂടി. കുറുമ്പോടെ പറയുന്നവനെ ഇനി എന്തെന്ന രീതിയിൽ കൂർപ്പിച്ചു നോക്കുവാണ് പെണ്ണ്. ദേ മനുഷ്യ, നിർത്തിക്കോ. ഇതിപ്പോ നിങ്ങൾക്ക് ഇത്ര ആക്രാന്തം ഉണ്ടായിരുന്നോ? മതി, എനിക്കിനി ഒന്നിനും വയ്യ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി മോളെ. അവളുടെ ഇടുപ്പിലായി ഒരു പിച്ച് കൊടുത്തു. ഓ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. ആണോ? അവനിൽ മറ്റെന്തോ ഭാവം. അവളുടെ കണ്ണൊന്ന് പെടച്ചു. പിന്നില്ലേ പെണ്ണെ, ഇന്ന് രാത്രിയിലുണ്ടല്ലോ. ഉണ്ടല്ലോ. അവൻ പറഞ്ഞ രീതിയിൽ കുറുമ്പോടെ താളത്തോടെയും അവൾ ചോദിക്കവേ, നീ ഇന്ന് കാട്ടിനുള്ളിലേക്ക് പോയപ്പോൾ കണ്ടു കാണുമല്ലോ കുഞ്ഞ, ഇവിടെ ആദിവാസികളൊക്കെ ധരിക്കുന്ന കോസ്റ്റ്യൂമില്ലേ, അതൊന്ന് ട്രൈ ചെയ്താലോ? ഉഫ്, പൊളിയായിരിക്കും. എന്തു പറയുന്നു? പൊക്കോണം. അവൾ അവനെ തല്ലാൻ തുടങ്ങി. ഇങ്ങനൊരു വൃത്തികെട്ടവൻ. എടി, ഞാൻ നിന്റെ ഭർത്താവടി. അമ്മേ, ഇങ്ങനെ തല്ലാതെ പെണ്ണേ. എവിടെ? എന്നിട്ട് പെണ്ണിന്റെ അടി നിൽക്കുന്നില്ല. അവൻ അവളുടെ കൈ ലോക്ക് ചെയ്തു വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചതും മേശയിലിരുന്ന ഫോൺ ശബ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. മറുവശത്ത് നിന്ന് പറയുന്നത് കേൾക്കവേ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കയ്യിലുള്ള ഫോൺ ശക്തമായി നിലത്തേക്ക് പതിച്ചിരുന്നു. പിന്നെ ഒരു അലർച്ചയായിരുന്നു. ഭദ്രെ, എടുക്കാനുള്ളതെല്ലാം എടുത്തോ, പെട്ടെന്ന് റെഡിയാക്കോ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഭദ്ര ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്കറിയാം കാര്യം അത്ര നിസ്സാരമല്ലെന്ന്. ആളൊന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് ചോദിക്കാം. മനസ്സിൽ അത്രയും ചിന്തിച്ചുകൊണ്ട് അവൾ റെഡിയാകാനായി പോയിരുന്നു. ജയും ഭദ്രയും അപ്പത്തന്നെ ഇറങ്ങിയിരുന്നു. കാറിലിരിക്കുമ്പോഴും അവർ ഇരുവരും ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. അവന്റെ മുഖത്ത് പതിവിലും വിപരീതമായി ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു, വന്യത നിറഞ്ഞു നിന്നിരുന്നു. താൻ ആദ്യമായി കണ്ട ആഞ്ജനയാണ് അവൾക്ക് ആ നിമിഷം കാണാൻ കഴിഞ്ഞത്. ഡെവിയുടെ പൊന്നുവിന്റെ കൂടെ തന്നെയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. ആദ്യ അവരോട് ആരോടും ഒന്നും തന്നെ സംസാരിക്കാൻ നിന്നില്ല. അവളിൽ വല്ലാത്ത നിരാശ പടർന്നിരുന്നു. ഡെവിക്കും പൊന്നുവിനും അവളുടെ അവസ്ഥ മനസ്സിലാകുമായിരുന്നു. അവളെ കുറച്ചു സമയം അവർ ഒറ്റയ്ക്ക് വിട്ടിരുന്നു. പതിവില് വിപരീതമായി ആ വീട് ശാന്തമായിരുന്നു. ഡെവിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയവും കുറ്റബോധം നിറഞ്ഞു നിന്നു. അവൻ ഉറപ്പായിരുന്നു ഇന്ന് ജയ് വരുമെന്നും അവൻ പ്രശ്നമുണ്ടാക്കുമെന്നും. അതിൽ ഡെവിക്ക് സംശയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗ്നി കോളേജിൽ നിന്ന് തന്നെ ഇറങ്ങിയിരുന്നു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അഗ്നി തന്റെ ജിം റൂമിലാണ്. അമിതമായ ദേഷ്യമോ വിഷമമോ വന്നാൽ അവൻ ചിലവഴിക്കുന്നത് അവിടെയാണ്. എന്നാൽ ഇന്ന് എത്ര സമയം അവിടെ ചെലവഴിച്ചെന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെയാണ് അവൻ അവിടേക്ക് ചെന്നതെങ്കിലും കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന. കുറച്ചു സമയത്തെ പരിശീലനത്തിനൊടുവിൽ അവൻ എഴുന്നേറ്റ് മുന്നിൽ തെളിഞ്ഞു നിന്നിരുന്ന കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നിരുന്നു. സ്വന്തം പ്രതിബിംബം കാണവേ അവന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കുറ്റബോധം നിറഞ്ഞു. ജിം റൂമിനടുത്ത് തന്നെയായിരുന്നു അവന്റെ പേഴ്സണൽ റൂം. ആ റൂമിൽ കയറിയിട്ട് തന്നെ ഇപ്പോൾ കുറച്ചു ദിവസമായിരിക്കുന്നു. അങ്ങനെ അഗ്നി ആ റൂമിൽ കയറാറില്ല. ഓഫീസ് കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അവൻ റൂം തുറന്ന് അകത്തേക്ക് കയറി. അവന്റെ കണ്ണുകൾ ആ മുറിയാകെ ഓടി നടന്നു. ആ മുറിയിൽ അഗ്നി അല്ലാതെ മറ്റാരും കയറാറില്ലായിരുന്നു. എതുപോലും
ചുമരിൽ അവളുടെ ചിത്രം നിറഞ്ഞു നിന്നു. ഓരോ ചിത്രവും ജീവൻ തുളുമ്പുന്നതായിരുന്നു. അതെ, അഗ്നിയുടെ പ്രണയം. അവിടെ കാണുന്ന ചിത്രങ്ങളെല്ലാം അവൻ തന്നെ വരച്ചതായിരുന്നു. അവന്റെ മനസ്സിൽ ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണ്, സ്വന്തമാക്കാൻ കഴിയാതെ പോയ പെണ്ണ്, അതായിരുന്നു അവൾ, ആദ്യ. ചിത്രങ്ങൾക്ക് പുറമെ അവളെ തന്നെ കൊത്തിവെച്ചതുപോലെ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു. അവൻ ആ പ്രതിമയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ദിയ. അവന്റെ ശബ്ദത്തിൽ പോലും അവളോടുള്ള പ്രണയമായിരുന്നു. എന്റെ ദിയ, ഇന്നോളം നിനക്ക് മാത്രമേ നിന്റെ ദേവേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേണ്ട പെണ്ണെ, നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് കഴിയില്ല. നിനക്ക് ആഗ്രഹം തന്ന് നിന്നെ ചതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറിയാം, ഇന്നെന്റെ പെണ്ണ് ഒരുപാട് വേദനിച്ചുവെന്ന്. വേദനിപ്പിക്കേണ്ടി വന്നെനിക്ക്. എല്ലാം മനഃപൂർവ്വമായിരുന്നു. നിന്നെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിന്നോട് അത് എത്ര പറഞ്ഞിട്ടും നീ അത് മനസ്സിലാക്കാത്തത് എന്താ പെണ്ണെ? നിനക്കറിയാമോ, നീ സ്നേഹിക്കുന്നതിനപ്പുറം ഞാൻ നിന്നെ പ്രണയിക്കുന്നു ദിയ. നീ പറഞ്ഞത് ശരിയാണ്. നിന്നോടുള്ള എൻ്റെ പ്രണയം തുറന്നു പറയാതിരിക്കാനാണ് നിന്നോട് ഞാൻ ദേഷ്യം കാണിക്കുന്നത്. അതിലൂടെ നിനക്ക് എന്നോട് ദേഷ്യമാകണം. ദേഷ്യത്തിലൂടെ നീ എന്നെ വെറുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം തന്നെ. അഗ്നി ആദ്യമായി അവസാനമായി പ്രണയിക്കുന്നത് നിന്നെയാണ്, നിന്നെ മാത്രം. നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഭദ്രയെ പ്രണയിക്കുന്ന പോലെ ഞാൻ നടിച്ചത്. അറിയാമായിരുന്നു ജയുടെ പ്രണയം അത് ഭദ്രയായിരുന്നെന്ന്. അവൻ പ്രണയിക്കുന്ന പെണ്ണിനെ അഗ്നി പ്രണയിക്കുമോ പെണ്ണെ? ഒരിക്കലുമില്ല. ജയിൽ നിന്ന് അകലാൻ എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. മുന്നിൽ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീഭദ്ര. അതിലൂടെ രണ്ടുപേരും എന്നെ വെറുക്കും. അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. അത് ഏറെക്കുറെ നടന്നതാ. പക്ഷേ അപ്രതീക്ഷിതമായി ജയ് അവളെ വിവാഹം കഴിച്ചതും എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റുന്നതായിരുന്നു. നിന്നെ കണ്ട നാൾ മുതൽ നീ എൻ്റെ ഹൃദയം കൊണ്ടുപോയവളാണ് പെണ്ണെ. നീ എൻ്റെ മാത്രം ദിയ കൊച്ച. അവൻ ആ പ്രതിമയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ഞാൻ എൻ്റെ പെണ്ണിനെ ഇന്ന് ഒരുപാട് വേദനിപ്പിച്ചു. എനിക്കത് നന്നായി അറിയാം. എനിക്ക് നല്ല ദേഷ്യം തോന്നി കാന്താരി. ഇന്ന് നിന്നെ കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം തെറ്റുന്നതായിരുന്നു. എൻ്റേതായിട്ടുള്ളത് മറ്റുള്ളവർ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ തുറച്ചുനോട്ടം എന്നെ അസ്വസ്ഥനാക്കി. ഒരു തരത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. സ്റ്റേജിലേക്ക് വന്ന് നിന്നെ എന്നോട് ചേർത്ത് നിർത്തി പൊതിഞ്ഞു പിടിക്കണം എന്ന് മനസ്സ് പറയുമ്പോഴും പറ്റിയില്ല പെണ്ണെ. എന്തൊക്കെയോ എന്നെ തടയുന്നത് പോലെ. നിന്നോടുള്ള പ്രണയം അത് തുറന്നു പറഞ്ഞു പോകും പോലെയായിരുന്നു ആ നിമിഷം. എനിക്ക് ശരിക്കും വല്ലാത്ത അസൂയ തോന്നിപ്പോയി. എൻ്റേതല്ലേ എന്നൊരു തോന്നൽ എന്നിൽ ഉടലെടുത്തു. നിന്നെ ഞാൻ പ്രണയിക്കുന്നു പെണ്ണെ. വർഷങ്ങൾ പഴക്കമുള്ള വീഞ്ഞ പോലെ അത്രയും അഗാധമായി പ്രണയിക്കുന്നു. ഈ ചെകുത്താന്റെ പ്രണയം നീ മാത്രമാണ്. ഇന്ന് നിന്നെ വേദനിപ്പിച്ചപ്പോഴും അതിൻ്റെ ഇരട്ടി ഞാൻ തന്നെയാണ് വേദനിച്ചത്. ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ബോട്ടിൽ പുറത്തേക്കെടുത്തു. സോറി മൈ ബേബി ഡോൾ, എനിക്ക് ഇന്നിതില്ലാതെ പറ്റില്ല. നീ എന്നോട് ക്ഷമിക്ക്. അവളുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവൻ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. മേശപ്പുറത്തിരുന്ന ഒരു ബോക്സ് അവൻ കയ്യിലെടുത്തു. ഒരു വെള്ളിപ്പാദസരമായിരുന്നു അത്. അതിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർക്കവേ വർഷങ്ങളായി അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ ബാക്കി എന്ന വണ്ണം അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. ഇന്ന് അവൾ വേദനിച്ചപ്പോഴും ഉള്ളുകൊണ്ട് അവളെക്കാളേറെ വേദനിച്ചത് അവനായിരുന്നു. ഇന്നോളം കാണാത്ത അഗ്നിയുടെ മുഖം അവിടെ ആ ഒരുവളിലുള്ള പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഓർമ്മകൾ ആ ഒരുവളിൽ തന്നെ നിലകൊണ്ടു. ആദ്യ തന്റെ പ്രണയം, തന്റെ 10ാം ക്ലാസ് കാലഘട്ടം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മഹാദേവനെ ഒന്ന് കണ്ടുകളയാമെന്ന് തോന്നി യദുവിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. കുറച്ച് ദൂരമുള്ള ഒരു അമ്പലത്തിലേക്ക് തന്നെ പോകാമെന്ന നിഗമനത്തിൽ രണ്ടും കൂടി സൈക്കിളിലായിരുന്നു പോയിരുന്നത്. രണ്ടാളും മാറി മാറി സൈക്കിൾ ചവിട്ടി അങ്ങനെ ലക്ഷ്യത്തിലെത്തിയിരുന്നു. അന്നൊക്കെ താൻ ഒരു മഹാദേവന്റെ കടുത്ത ആരാധകനായിരുന്നു. മഹാദേവ ക്ഷേത്രങ്ങൾ തന്നെ തിരഞ്ഞു പിടിച്ചു പോകുമായിരുന്നു. അടുത്തുള്ള ഒട്ടുമിക്ക അമ്പലങ്ങളും ഇതിനോടകം തന്നെ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടാളും. അങ്ങനെ അവർ തേടിയെത്തി അമ്പലനടയിൽ എത്തിച്ചേർന്നു. അന്നും തന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മുൻകോപം കുറച്ച് കൂടുതലായിരുന്നു. താനും ഇതും ആൽമരത്തിന്റെ ചോട്ടിൽ ഇരുന്നതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറാറുള്ളത്. അങ്ങനെയാണ് എല്ലായ്പ്പോഴും. പക്ഷേ അന്നത്തെ ദിവസം നേരത്തെ തന്നെ അകത്തേക്ക് കയറി തൊഴുതിറങ്ങാം എന്ന് കരുതി രണ്ടാളും അകത്തേക്ക് കയറിയിരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴേക്കും നന്നെ താമസിച്ചതിനാൽ വല്ലാത്ത വെപ്രാളത്തോടെയാണ് അകത്തേക്ക് കയറിയത്. മഹാദേവന്റെ അരികിൽ ഇന്ന് ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. എങ്ങനെയൊക്കെ തൊഴുതിറങ്ങി, എന്നിട്ടും മനസ്സിലൊരു തൃപ്തി കിട്ടാത്തതുപോലെ തോന്നി. പിന്നെ അമ്പലത്തിന്റെ തിരക്കല്ലേ എന്ന് സമാധാനിച്ചു. അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആഗ്രഹിച്ചു വന്നതല്ലേ, എന്നിട്ടിപ്പോ ഒന്ന് നേരെ ചൊവ്വേ തൊഴാനും കഴിഞ്ഞില്ല. അവന്റെ കുഞ്ഞുമുഖം ഗൗരവം നിറഞ്ഞിരുന്നു. ചെറുപ്രായത്തിലും അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്നത് ഗൗരവം മാത്രമായിരുന്നു. ആരെയും പേടിയില്ലാത്ത ഒരു കൊച്ചുകുട്ടി. അവന്റെ കണ്ണുകളിൽ ഭയമില്ല. അതാണ് അഗ്നി. ചെറിയ കാര്യങ്ങളിൽ അവന് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു.
അതിലേറെ സൗന്ദര്യം ആ കാപ്പിക്കണ്ണുകളായിരുന്നു. യദു ഒന്നും മിണ്ടിയില്ല. അവന് നന്നായി അറിയാം ഇപ്പൊ സംസാരിക്കാൻ നിന്നാൽ അത് ശരിയാകില്ലെന്ന്. പ്രായത്തെക്കാൾ അവന് നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവവും ദേഷ്യവുമാണ്. ആദിമോളെ ഓടാതടി, തട്ടി വീഴുമേ. ഒരു കൊച്ചു പെൺകുട്ടി തന്റെ പട്ടുപാവാടയും പൊക്കി പിടിച്ചുകൊണ്ട് ഓടുകയാണ്. പിന്നാലെ തന്നെ അവളുടെ അമ്മയെന്ന് തോന്നുന്ന ഒരു സ്ത്രീയുമുണ്ട്. പക്ഷെ ആ കൊച്ചുപെണ്ണിന്റെ ഓട്ടം കൊണ്ട് നിർത്തുന്നില്ല. അവരുടെ ശബ്ദം അഗ്നിയെ വല്ലാതെ ചൊടിപ്പിച്ചു. അവന് ദേഷ്യം വരാൻ തുടങ്ങി. കലിയോട് മുഖമുയർത്തി നോക്കി ചെറുക്കൻ. മുഖമുയർത്തി നോക്കിയപ്പോൾ കാണാം അമ്പലത്തിന് ചുറ്റും ഓടി നടക്കുന്ന ഒരു കൊച്ചു സുന്ദരി. പട്ടുപാവാടയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. ഇരു കൈയിൽ നിറയെ ചുവന്ന കുപ്പിവളകൾ, കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. അതിലേറെ അത്ഭുതം അവളുടെ വെള്ളാരം കണ്ണുകളാണ്. ചിരിക്കുമ്പോൾ തെളിയുന്ന ഒറ്റ നുണക്കുഴി. ആ ചിരിയിൽ തന്നെ ഒരു താളമുണ്ടായിരുന്നു. അവൾ മരത്തിന്റെ ഇടയിൽ ചുറ്റും ഓടിച്ചു കളിക്കുകയാണ്. അമ്മ വഴക്ക് പറഞ്ഞിട്ടും അവളിൽ ഏൽക്കാത്തതുപോലെ അഗ്നി കുറച്ചു സമയം അവളെ നോക്കി നിന്നുപോയി. അവനിലെ ദേഷ്യം അവളെ കാണാൻ അലിഞ്ഞില്ലാതാകുന്നത് പോലെ. കൂടാതെ ആ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. വെളുത്ത നിറത്തിൽ ആ ചുവന്ന കളർ പട്ടുപാവാട ആ വെളുത്ത നിറത്തെ എടുത്തു കാണിക്കും പോലെ അഗ്നിയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ ആ കൊച്ചു പെൺകുട്ടിയിൽ മാത്രം മുടക്കി നിന്നു. അവൾ ഓടി അമ്പലത്തിനകത്തേക്ക് കയറി. അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞതും അവന്റെ മുഖമൊന്ന് വാടിപ്പോയി. കുറച്ചു നേരത്തെ സംഭവങ്ങൾ അവനിൽ പിന്നെ തെളിഞ്ഞു നിന്നു. ആ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു, തന്റെ പെണ്ണിനായി മാത്രം. പിന്നെ സമയങ്ങൾ കടന്നുപോയി. അവൻ ആ ഇരിപ്പ് തന്നെ തുടർന്നു പോയി. അവളെ വീണ്ടും കാണാൻ തോന്നിപ്പോയി. ആ കുഞ്ഞു മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കത അവനിൽ ഭ്രാന്തമായ ഒരു തരം വികാരം ഉടലെടുത്തു. പക്ഷെ എന്തെന്ന് പോലും അറിയാത്ത ഒന്ന്. അവന്റെ പ്രായം അതാണ്. മനസ്സിൽ നിറഞ്ഞ വികാരം എന്തെന്നറിയാൻ പറ്റാത്ത ഒരു തരം വികാരം. ഏട്ടാ, നമുക്ക് പോയാലോ? യദു അവൻ അവളുടെ ചിന്തകളിൽ നിന്നുണർത്തി വിളിക്കവേ മനസ്സില്ലാ മനസ്സോടെ അവൻ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. ഒരിക്കൽ കൂടി അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉള്ളം മന്ത്രിച്ചു. യദു കൂടി ഉള്ളതിനാൽ തന്റെ ആഗ്രഹം അവൻ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് നടന്നു. അമ്പലത്തിലെ തിരക്ക് അപ്പോഴേക്കും കുറഞ്ഞിരുന്നു. മുന്നോട്ട് നടന്ന് സൈക്കിളിന്റെ അടുത്തെത്തിയതും ആദിമോളെ, അമ്പലത്തിന്റെ പുറകുവശത്ത് നിന്ന് ഒരു കരച്ചിൽ കേൾക്കാമായിരുന്നു. നിലവിളി കേൾക്കാമായിരുന്നു. യദുവും അഗ്നി മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പിന്നൊട്ടും കാത്തു നിൽക്കാതെ അമ്പലത്തിന്റെ പുറകുവശത്തേക്ക് പാഞ്ഞു. അമ്പലക്കുളത്തിലെത്തിയതും നേരത്തെ കണ്ട സ്ത്രീ അവിടെ നിൽക്കുന്നതായി കണ്ടതും അഗ്നിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പേടി നിറഞ്ഞു വന്നു. കണ്ണുകൾ അമ്പലക്കുളത്തിലേക്ക് പോയതും അവസാന ഓളവും തീർത്ത് ഉയർന്നു താഴ്ന്ന ഒന്നിൽ കണ്ണുകൾ പോയതും മുന്നിലുള്ള ഒന്നും നോക്കാതെ അവൻ കുളത്തിലേക്ക് ചാടിയിരുന്നു. അവളെ ഇരു കൈകളിലും കോരിയെടുക്കുമ്പോഴും അവന്റെ കണ്ണിൽ നേരിയ ചുവപ്പുണ്ടായിരുന്നു. അവൻ കുളക്കടവിൽ കിടത്തി ആരോടും ചോദിക്കാൻ നിൽക്കാതെ വെള്ളം അമർത്തി കളഞ്ഞിരുന്നു. അവനിൽ ആകെ ഒരു വെപ്രാളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആദ്യമായി അറിയുന്ന പെണ്ണിന്റെ ഇളം ചൂട്. അവൻ ആ നിമിഷം വികാരമല്ല തോന്നിയത്, അവളോട് അടങ്ങാത്ത വാത്സല്യമാണ്. ആ അമ്മ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്നും അവന്റെ കാതിൽ കേട്ടിരുന്നില്ല ആ നിമിഷം. ഏട്ടാ, തോളിലറിഞ്ഞ യദുവിന്റെ കരങ്ങളാണ് അവൻ അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത്. ആ കുഞ്ഞിക്കണ്ണുകൾ മെല്ലെ തുറന്നവൾ ആദ്യം കണ്ടത് തന്റെ മുഖമായിരുന്നു. അത്ഭുതത്തോടെ നോക്കുന്ന ആ വെള്ളാരം കണ്ണുള്ള പെണ്ണ്. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിക്കുന്നുണ്ട്, തൊട്ടു നോക്കുന്നുണ്ട്. കുറച്ച് നിമിഷങ്ങൾക്കൊടുവിൽ അവൾ ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ അമ്മ മനസ്സ് ശാന്തമായത്. അവളുടെ അമ്മ അഗ്നി ചൂണ്ടി അവനാണ് മോളെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ തളർന്ന കണ്ണുകൾ ഉയർത്തി നോക്കി പെണ്ണ്. ആ കണ്ണിൽ ഒരു തിളക്കം.